സ്വാഗതം. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഫോർമുലാസിൻ്റെ പാർട്ട് 1 എടുത്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഫോർമുലാസ് ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇതൊന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കൃത്യംഗ നിയമങ്ങൾ. അതായത് A⁻m ഇൻറ്റു A⁻n സമം A⁻m+n. 2�3 ഇൻറ്റു 2⁵ സമം 2⁵3+5. ഇവിടെ ബേസ് രണ്ടും തുല്യമായിരുന്നു. 2⁸. A⁻m ഡിവൈഡഡ് ബൈ A⁻n ഈക്വൽ ടു A⁻m മൈനസ് n. A⁻m the whole raised to n equal to A⁻m into n. A by b the whole raised to n equal to A⁻n by b⁻n. രണ്ടിനും വേണം. AB the whole raised to n equal to A⁻n into b⁻n. A⁻n എന്ന് പറഞ്ഞാൽ 1/A⁻n. A⁻ എന്ന് പറഞ്ഞാൽ 1/A⁻². ഈ മൈനസ് താഴെ വരുമ്പോൾ അതൊന്ന് പോസിറ്റീവ് ആവും പവർ. AB the whole raised to n എന്ന് പറഞ്ഞാൽ A⁻n into b⁻n. AB the whole raised to n A⁻n into b⁻n. എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അതായത് A⁻0 1, 3�0 1, n⁻0 പറഞ്ഞ 1, ½ ഏത് ക്വാണ്ടിറ്റി ആയാലും പവർ 0 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇനി ബേസ് 2 ഈക്വൽ ആണെങ്കിൽ പവേഴ്സ് ഈക്വൽ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട തിയറിയാണ് എക്സ്പൊണൻഷ്യൽ തിയറി. A⁻3 ഈക്വൽ ടു A⁻x. ഇവിടെ ബേസ് 2 A ആണ്. അപ്പോൾ പവേഴ്സ് ഈക്വൽ ആയിരിക്കും. എക്സിൻ്റെ വില 3 ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലങ്ങൾ ധാരാളം കാണാറുണ്ട്. ഇനി പവേഴ്സ് തുല്യമാണെങ്കിൽ ബേസ് ഈക്വൽ ആയിരിക്കും. ഇഫ് x⁵5 ഈക്വൽ ടു 2⁵5. ഇവിടെ പവേഴ്സ് തുല്യമാണ്, 5 ആണ്. ഇവിടെ പവർ 5 ആണ്, ഇവിടെയും പവർ 5 ആണ്. അങ്ങനെ ബേസ് ഈക്വൽ ആയിരിക്കും. x ഈക്വൽ ടു 2. √x ഇൻറ്റു √y ഈക്വൽ ടു √xy. അല്ല √ab എന്ന് പറയുന്ന ഇൻറ്റു √b എന്ന് എഴുതാം. √x ഇൻറ്റു √x എന്ന് പറഞ്ഞാൽ x. √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3. √5 ഇൻറ്റു √5 എന്ന് പറഞ്ഞാൽ 5. എന്ത് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x⁻1/n. ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x⁻1/3. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x⁻1/2. ഫിഫ്ത്ത് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x⁻1/5. എക്സ് മാത്രമല്ല, ഫിഫ്ത്ത് റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് A⁻1/5. അതിൻ്റെ പവർ ക്യൂബിക് റൂട്ട് ആണെങ്കിൽ ⁻1/3 എന്ന് എഴുതും. ഇനി സ്ക്വയർ റൂട്ടുള്ള ഏത് കണക്ക് ചെയ്യാൻ വന്നാലും സാധാരണ അതൊന്ന് സ്ക്വയർ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടും സ്ക്വയർ റൂട്ടും അങ്ങനെ ക്യാൻസൽ ആകും. അത് മനസ്സിലാക്കുക. ഈ ലോസ് ഓഫ് എക്സ്പൊണൻഷ്യൽ തിയറി ഇത് ബൈഹാർട്ട് ആക്കിയാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ബോൾട്ട്മാസ് റൂൾസ് എന്താണെന്ന് നോക്കാം. ബോൾട്ട്മാസ് എന്ന് പറയുന്ന ആ നിയമം എന്താണെന്ന് മനസ്സിലാക്കാം. ബി എന്നത് ബ്രാക്കറ്റ് എന്നതിനെ ഉദ്ദേശിക്കുന്നു. ഓരോ അക്ഷരം ഓരോ വാക്കിനെ ഉദ്ദേശിക്കുന്നു. അതായത് ബി ബ്രാക്കറ്റ്, ഒ ഓഫ്, ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ ആൻഡ് എസ് സബ്ട്രാക്ഷൻ. നമുക്ക് കുറച്ച് സിംപ്ലിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഓർഡറിൽ വേണം ചെയ്യാൻ. ഫസ്റ്റിൽ അതിനകത്ത് ബ്രാക്കറ്റുകൾ ഉണ്ടോ നോക്കണം. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് വേണം ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഒ എന്ന് പറഞ്ഞാൽ ഓഫ് ബ്രാക്കറ്റ്, അത് കഴിഞ്ഞ് ഓഫ്, ഡി ഡിവിഷൻ, അത് കഴിഞ്ഞാൽ ഡിവിഷൻ. ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡി ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ. അതും കഴിഞ്ഞ് അഡീഷൻ ചെയ്യാവൂ. അത് കഴിഞ്ഞ് സബ്ട്രാക്ഷൻ. ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ക്രമത്തിന് വേണം സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വന്നാൽ നമ്മൾ ചെയ്യാൻ. ഈ കാര്യം ഓർത്തിരിക്കുക. ബോൾട്ട്മാസ് റൂൾസ് ഇത് ഈ ക്രമത്തിന് വേണം നമ്മൾ ചെയ്യാൻ. ബ്രാക്കറ്റ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ ചെയ്യുക. ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ, എസ് സബ്ട്രാക്ഷൻ. ഈ നിയമം ഓർത്തിരിക്കുക. ഈ നിയമപ്രകാരം വേണം നമ്മൾ പ്രോബ്ലങ്ങൾ ചെയ്യാൻ. ഡിസ്കൗണ്ട് ശതമാനം കാണാനുള്ള ഫോർമുല എന്താണ്? ഡിസ്കൗണ്ട് എമൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഗുണം 100. ഡിസ്കൗണ്ട് ശതമാനം കാണാനുള്ള ഫോർമുല ഡിസ്കൗണ്ട് എമൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഗുണം 100. ഇനി ഒരേ വിലയുള്ള സാധനം എക്സ് എണ്ണം വാങ്ങുമ്പോൾ വൈ എണ്ണം വെറുതെ ലഭിക്കുകയാണെങ്കിൽ 20% മോഡലുകൾ കണക്ക് ചോദിക്കാറുണ്ട്.
സമം y ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു 100%. y ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു 100%, 70% കാണും. ഒരേ വിലയുള്ള സാധനം എക്സ് എണ്ണം വാങ്ങുമ്പോൾ y എണ്ണം വെറുതെ ലഭിക്കുകയാണെങ്കിൽ 20% കാണാൻ y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു 100%. ഡിസ്കൗണ്ട് ശതമാനം കാണാൻ ഡിസ്കൗണ്ട് എമൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഗുണം 100. വാങ്ങിയ വില, വിറ്റ വില, ലാഭം, നഷ്ടം, ലാഭശതമാനം, നഷ്ടശതമാനം, അതിനെപ്പറ്റി പഠിക്കാം. അതായത് ഒരു സാധനം ഏതായാലും അത് വാങ്ങിയ വിലയെ നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. വാങ്ങിയ വില, ഒരു സാധനം നമ്മൾ കടയിൽ ചെന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു മർച്ചന്റിനോട് വാങ്ങുന്നു, അതിനെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. തിരിച്ച് വിൽക്കുന്ന കുറേ നാൾ വരുന്നത് വിറ്റ വില, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ ലാഭം, ചിലപ്പോൾ നമ്മൾ 5000 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഒരു 7000 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടോ, അപ്പോൾ നമുക്ക് ലാഭമാണ് കിട്ടുന്നത്. ലാഭം കാണാൻ ആ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ മതി. വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ എത്ര രൂപ ലാഭം കിട്ടിയെന്നറിയാം. നഷ്ടം വന്നെങ്കിൽ, അതായത് 5000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 3500 രൂപയ്ക്കാണ് വിൽക്കുന്നത്, ചിലപ്പോൾ നഷ്ടം വരാം ഉപയോഗിച്ചിട്ട് വിൽക്കുമ്പോൾ. അന്നേരം നമുക്ക് 1500 രൂപ, അതായത് നഷ്ടം കാണാൻ വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറച്ചാൽ മതി. കോസ്റ്റ് പ്രൈസിൽ സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ വിറ്റ വില കുറവാണ്, ഏതാണോ കുറവ് കൂടുതലുള്ളതിന് കുറവ് കുറച്ചാൽ മതി. അതായത് ലാഭവും നഷ്ടവും കാണാൻ വാങ്ങിയ വില, വിറ്റ വില. വാങ്ങിയ വില എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ്, വിറ്റ വില സെല്ലിംഗ് പ്രൈസ്. ഇവിടെ ലാഭശതമാനം കാണാനാണ് ചോദിച്ചേക്കുന്നെങ്കിൽ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അതായത് എത്ര രൂപ ലാഭം കിട്ടി കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കി, വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എപ്പോഴും ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനമാണെന്ന് കാണുന്നത്. ലാഭശതമാനമാണെങ്കിൽ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടശതമാനമാണെങ്കിൽ നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എപ്പോഴും ആ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയായിരിക്കും ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും നമ്മൾ കാണും. അതായത് ഉദാഹരണം 5000 രൂപയ്ക്ക് വാങ്ങിയ ഒരു പശുവിനെ 8000 രൂപയ്ക്ക് വിൽക്കുന്നു. 8000 കൂടുതലാണ് വിൽക്കുക, അപ്പോൾ നമുക്ക് ലാഭമാക്കിയ ലാഭശതമാനം കാണാൻ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എത്ര രൂപ ലാഭം കിട്ടി? 3000 രൂപ ലാഭം കിട്ടി. കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 5000 ഗുണം 100 ലാഭശതമാനം. ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. കട്ട് ചെയ്യുന്നു, ഇതും കട്ട് ചെയ്യുന്നു, 60. അപ്പം ലാഭശതമാനം എത്രയാണ്? 60%. നഷ്ടമാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയായിരിക്കും കൂടുതൽ, വിറ്റ വില കുറവായിരിക്കും. കോസ്റ്റ് പ്രൈസിന് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുക. ലാഭശതമാനം കാണാനല്ല ഫോർമുല. ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും കോസ്റ്റ് പ്രൈസിനെ വാങ്ങിയ വില അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ലാഭമാണെന്ന് നഷ്ടമാണെന്ന് അറിയുന്നത്. അപ്പോൾ ലാഭശതമാനം കാണാൻ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടശതമാനം കാണാൻ നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. വാങ്ങിയ വില, നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഗുണം 100. അതായത് ഉദാഹരണം 5000 രൂപയ്ക്ക് വാങ്ങിയ ഒരു പശുവിനെ 8000 രൂപയ്ക്ക് വിൽക്കുന്നു, കൂടുതൽ വിലയ്ക്കായിരിക്കും, അപ്പോൾ ലാഭമായിരിക്കും. അപ്പോൾ ലാഭശതമാനം കാണാൻ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എത്ര രൂപ കൂടുതൽ കിട്ടി? 8000ൽ നിന്ന് 5000 കുറച്ചാൽ മതി. 3000 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 5000 ഗുണം 100, അതായത് 60% ലാഭശതമാനം. ഈ ടേംസ് എല്ലാം ഓർത്തിരിക്കുക. കുറച്ച് സർവ്വസമവാക്യങ്ങൾ, ആൾജിബ്രയ്ക്ക് ഐഡൻറ്റിറ്റീസ് പഠിക്കുക. ഇത് വെച്ചുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാൻ വരും. a+b² സമയം a² + 2ab + b². ഇത് കാണാതെ വരും, ബൈഹാർട്ടാക്കാം. -b² = a² - 2ab + b². a + b × a - b = a² - b². a + b × a - b, a² - b². a + b the whole cube = a³ + 3a² b + 3ab² + b³ a - b the whole cube = a³ - 3a² b + 3ab² - b³ a + b the whole square = a² + b² + c² പിന്നെ ഈ രണ്ട് വിധം ഗ്രൂപ്പ് ചെയ്തിടുക. 2ab + 2bc + 2ca. ഇനി a³ + b³ = a + b × a² - ab + b². ഇവിടെ പ്ലസ് ആണെങ്കിൽ ഈ നടുക്കുള്ളത് മൈനസ് ആയിരിക്കും. അടുത്ത a³ - b³ ഇവിടെ a³ + b³ വരുമ്പോൾ ഇവിടെ പ്ലസ് ആയിരിക്കും ഉള്ളത്. ഉള്ളിലുള്ള നടുക്കലത്തെ അതിൻ്റെ ചിഹ്നം മാറും, മൈനസ് ആയിരിക്കും. a³ - b³ ഇവിടെ ഇടയ്ക്ക് മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആകും. a - b ഇൻറ്റു, അപ്പോൾ ഈ നടുക്കുള്ളതിൻ്റെ ചിഹ്നം ഇതേപോലെ തന്നെ അത് ചിഹ്നം മാറും.
ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എ ക്യൂ മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇനി എക്സ് പ്ലസ് 1/x തന്നിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ മൈനസ് 2. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണെന്ന് ഓർത്തിരുന്നാൽ മതി. തന്നിരിക്കുന്നതിൻ്റെ ഹോൾ സ്ക്വയർ -2 എക്സ് പ്ലസ് 1/x, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ് -2. ഇനി എക്സ് മൈനസ് 1/x തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ചോദിച്ചാൽ ആ എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ പ്ലസ് 2, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എക്സ് പ്ലസ് 1/x തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ വാല്യൂ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ -2, ഇതിൻ്റെ ഉള്ളിൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ വെളിയിൽ മൈനസ് വരും, അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്. എക്സ് മൈനസ് 1/x വന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ചോദിച്ചാൽ എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ പ്ലസ് 2, ഇവിടെ ഉള്ളിൽ ഈ ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും. ഇത്രയും ഫോർമുലാസ് ബൈക്കാട്ടാക്കി വെക്കുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. എ മൈനസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. എ മൈനസ് ബി വരുമ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ചെയ്യാൻ വരും. മൈനസ് 3a സ്ക്വയർ ഇൻറ്റു ഈ മൈനസ് ബി ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് ആയി പോകും, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി 3a ഇൻറ്റു മൈനസ് ബി സ്ക്വയർ, അതായത് അത് പോസിറ്റീവ് ആവും, അതുകൊണ്ടാണ് 3ab സ്ക്വയർ എന്ന് വന്നത്. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് പിന്നെ ഗ്രൂപ്പ് ചെയ്ത് എഴുതിയാൽ 2ab പ്ലസ് 2bc പ്ലസ് 2ca, ab bc ca അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് ab പ്ലസ് ബി സ്ക്വയർ. ഇത് ഓർത്തിരിക്കാൻ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഈ നടുക്കലത്തെ ടേമിനാണ് മൈനസ് വരിക. ഇനി എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ് നേരെ തിരിഞ്ഞ് വരും, ഇവിടെ മൈനസ് വരും. ഇവിടെ മൈനസ് ആണെങ്കിൽ ഈ ഫാക്ടർ മൈനസ് വരും. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് അവിടെ, അപ്പോൾ ഇതിന് ഈ നടുക്കലത്തേതിനാണ് ഈ എ ബിയുടെ ചിഹ്നത്തിനകത്ത് മാറ്റം വരും, പ്ലസ് ab പ്ലസ് ബി സ്ക്വയർ. എക്സ് പ്ലസ് 1/x തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ വാല്യൂ കാണാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ കാണണമെങ്കിൽ ഈ എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ -2, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, അങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ എക്സ് പ്ലസ് 1/x ചിലപ്പോൾ എ പ്ലസ് 1/a തന്നിട്ട് എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ ചോദിച്ചാലും എ പ്ലസ് 1/a ഹോൾ സ്ക്വയർ -2 ഫോർമുല ഇത് കോമൺ ആയിട്ട് പഠിച്ചാൽ മതി. എക്സ് മൈനസ് 1/x തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ചോദിച്ചാൽ എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ പ്ലസ് 2, അതായത് ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു എങ്കിൽ എയും ബിയും ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കണം? എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഒരുമിച്ചാന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ഓർത്താണ്, എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം എടുക്കുന്നു. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നെങ്കിൽ എയും ബിയും ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അതായത് ഒരുമിച്ച് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ നടുവിൽ ഓർത്താം, എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാം. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും എയും ബിയും കൂടി അതേ ജോലി വൈ ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നെങ്കിൽ ബി ആ ജോലി പൂർത്തിയാക്കാൻ എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ ദിവസം എടുക്കുന്നുണ്ട്. ഈ ഷോർട്ട് കട്ട് ഫോർമുല ഓർത്തിരുന്നതിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എയും ബിയും കൂടി ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബിയും സിയും കൂടി അതേ ജോലി വൈ ദിവസം കൊണ്ടും എയും സിയും കൂടി അതേ ജോലി ഇസഡ് ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ 3 പേരും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്ത് തീർക്കാൻ 2xyz ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ദിവസം എടുക്കുന്നു. ഇത് ഗ്രൂപ്പ് ചെയ്ത് എഴുതുന്നതല്ല, അതുകൊണ്ട് 2 എന്ന് ഓർത്താൽ മതി. 2xyz രണ്ടാണ്. എയും ബിയും കൂടി ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബിയും സിയും കൂടി ഒരു ജോലി വൈ ദിവസം അതേ ജോലി വൈ ദിവസം കൊണ്ടും എയും സിയും കൂടി അതേ ജോലി ഇസഡ് ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമ്പോൾ 3 ആളും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്ത് തീർക്കാൻ 2xyz ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ദിവസം എടുക്കുന്നു. ഒരു ടാങ്കിലെ 2 പൈപ്പുകളിൽ ആദ്യത്തെ പൈപ്പ് തുറന്നാൽ എക്സ് മണിക്കൂർ കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ വൈ മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയുമെങ്കിൽ 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കാം. അതായത് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഈ ഷോർട്ട് കട്ട് ഓർത്തിരുന്നാൽ മതി. ഉദാഹരണത്തിന്
ഒരു ടാങ്കിലെ 2 പൈപ്പുകൾ, ആദ്യത്തെ പൈപ്പ് തുറന്നാൽ 4 മണിക്കൂർ കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 3 മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയുന്നതിൽ 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചാൽ ആദ്യത്തെ പൈപ്പ് തുറന്നാൽ 3 മണിക്കൂർ, രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 4 മണിക്കൂർ. 3 × 4/3 + 4. ഈ ഫോർമുല ഓർത്തിരുന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഒരു ടാങ്കിലെ 2 പൈപ്പുകളിൽ ആദ്യത്തെ പൈപ്പ് തുറന്നാൽ x മണിക്കൂർ കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ y മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയുമെങ്കിൽ 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ xy/x+y മണിക്കൂർ കൊണ്ടാണ്. 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വിൽക്കുമ്പോൾ ഒന്ന് A% ലാഭവും മറ്റേ A% നഷ്ടവും കിട്ടുന്നെങ്കിൽ മൊത്തത്തിൽ A²/100% നഷ്ടമായിരിക്കും ഉണ്ടാകുക. 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വിൽക്കുമ്പോൾ, ഒരേ വിലയ്ക്ക് വിൽക്കുന്ന കേസാണ് ഓർക്കണം. 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വിൽക്കുമ്പോൾ ഒന്നിന് A% ലാഭവും മറ്റേതിന് A% നഷ്ടവും ഉണ്ടായാൽ മൊത്തത്തിൽ A²/100% നഷ്ടമായിരിക്കും ഉണ്ടാവുക. 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വാങ്ങുകയും പിന്നീട് അവ വിൽക്കുമ്പോൾ ലാഭശതമാനം നഷ്ടശതമാനം തുല്യമായി വരികയും ചെയ്താൽ കച്ചവടക്കാരന് ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്നില്ല. 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞ് പിന്നീട് അവ വിൽക്കുമ്പോൾ ലാഭശതമാനവും നഷ്ടശതമാനവും തുല്യമായാൽ കച്ചവടക്കാരന് ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്നില്ല.